ഹലോ, ഇത് ഞാനെൻ്റെ ഗോവ പോയ ട്രിപ്പാട്ടോ. അപ്പോൾ ഞങ്ങൾ 6 പേര് കൂടിയിട്ടാണ് ഗോവ പോയത്. അത് നല്ല വണ്ടർഫുൾ ട്രിപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗോവയിൽ ചെന്നു, ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാട്ടോ. ബീച്ചിൽ പോയി. ബീച്ച് നല്ല ക്രൗഡായിരുന്നു. നല്ല ക്രൗഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രൗഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ച് നേരെ പോയി. ഭയങ്കര ക്രൗഡാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആൽക്കഹോളൊക്കെ ഭയങ്കര ചീപ്പാണല്ലോ. സോ ഒരു സൈഡിൽ ആൾക്കാർ ഇരുന്ന് ഡ്രിങ്ക് ചെയ്യുന്നു, അവർ എൻജോയ് ചെയ്യുന്നു. അതുപോലെ ഞങ്ങളും കുറേ എൻജോയ് ചെയ്തു, ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോകട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബട്ടർഫ്ലൈ ബീച്ചിലേക്കും പോയിട്ടോ. അപ്പോൾ ബട്ടർഫ്ലൈ ബീച്ച് എന്ന് പറയുന്നത് ഒരു ഹിഡൻ ബീച്ചാണ്. അപ്പം നല്ല ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചത് ആഡ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് പോകാട്ടോ. ബട്ടർഫ്ലൈ ബീച്ച് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഹിഡൻ സ്പോട്ട്. അപ്പോൾ അങ്ങനെ അധികം ക്രൗഡൊന്നും കാണില്ലെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടെ പോവാണ്. പക്ഷേ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ മഴയായിരുന്നു കേട്ടോ. മഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലയിടത്ത് ഹെവി റെയിൻ, ചിലയിടത്ത് ലൈറ്റ് റെയിൻ, പിന്നെ വൈബ്. ഞങ്ങളെല്ലാവരും ഒരേ വൈബാട്ടോ. എല്ലാവരും ഒരേപോലെ, അതായത് പ്രായ വ്യത്യാസം ഇല്ലാതെ തന്നെ ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അതൊരു പ്രത്യേക ഫീലാണ്. പിന്നെ ഞങ്ങൾ ബട്ടർഫ്ലൈ ബീച്ചിൽ ചെന്നു. ഞങ്ങളവിടെ കറക്റ്റ് ആ ബീച്ച് റീച്ച് ചെയ്യുന്ന സ്ഥലം കേട്ടോ. അത് കുറേ നടക്കാനുണ്ട് കേട്ടോ. കാട്ടിൽ ട്രക്കിംഗ് ആണത്. നല്ല ട്രക്കിംഗ് ആണ്. ഞങ്ങളങ്ങനെ ബീച്ചിൽ ചെന്നു. ബീച്ചിൽ ചെന്നപ്പം അത് ഹിഡൻ സ്പോട്ടാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായി. കാരണം കണ്ടോ, അവിടെ വലിയ ഒരു ക്രൗഡും ഇല്ല. നേരത്തെ കണ്ട ബീച്ച് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒരു ക്രൗഡും ഇല്ല. പിന്നെ ഞങ്ങൾ വെള്ളം കണ്ട, നമ്മളെല്ലാവരും ഇടുക്കിക്കാരാണല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും കടൽ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഞങ്ങളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു. ആ ജാക്കറ്റ് അവിടെ ഭയങ്കര ഫേമസ് ആട്ടോ. ഫേമസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെ മെയിൻ ബിസിനസ്. പിന്നെ ആൽക്കഹോൾ, പിന്നെ ഇത് പബ്ബ്. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് പബ്ബ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് വേറൊരു ലോകം. അതൊരു ടിറ്റൂസ് ലൈൻ എന്ന് പറയും. ഞങ്ങൾ അവിടെയും പോയി എൻജോയ് ചെയ്ത് ലാസ്റ്റ് ഹോട്ടലിൽ പോയി